ഡ്രീം റൈഡ് ടു ഹിമാലയാസ് ഡേ 2. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരില്ല. സാധാരണ രാത്രി എത്ര വേണേലും ഉണർന്നിരിക്കാം, ബട്ട് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര പാടാട്ടോ. പക്ഷേ ഗോൾഡൻ ടെമ്പിൾ പോകാനുണ്ട് എന്ന് ഓർത്തത് കൊണ്ട് തന്നെ അതിരാവിലെ എഴുന്നേറ്റു. കേദാർനാഥ് ബാഗിലാണ് കുർത്ത ഉള്ളത്. അമൃത്സറിന് വേണ്ടി ജീൻസാണ് എടുത്തു വെച്ചത്. ഗോൾഡൻ ടെമ്പിൾ ജീൻസ് അലൗഡ് ആണോ എന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കി. ഇടാം, പക്ഷേ തല കവർ ചെയ്യണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും റാം കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. രാമിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കണമെന്നും എപ്പോഴും ഞാൻ കരുതും. പക്ഷേ ഈ കുലസ്ത്രീയായി ഇരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. അതെന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും റാം ലാപ്ടോപ്പ് എടുത്തു വെച്ച് ഓഫീസ് വർക്കിലാണ്. മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, റിപ്ലൈ അയക്കണം. അർജൻറ്റ് വർക്കുണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ റൈഡ് തുടങ്ങൂ എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ലീവാണെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കോളുകളും മീറ്റിങ്ങും ഒക്കെ ജോയിൻ ചെയ്യാമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് റാം ലീവ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പ് എന്നെ കണ്ണടച്ച് വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങിയിരിക്കുകയാണ് കക്ഷി. ഞാൻ കുറേ വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്ന ട്രിപ്പായതുകൊണ്ട് തന്നെ റാം കൂടുതലൊന്നും റിസർച്ച് ചെയ്യാനായിട്ട് പോയിട്ടില്ലായിരുന്നു. റാം കുറേ പ്രാവശ്യം പഞ്ചാബിൽ വന്നിട്ടുണ്ട്. ജാലിയൻ വാലാ ബാഗ്, ഗോൾഡൻ ടെമ്പിൾ എല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ജാലിയൻ വാലാ ബാഗ് എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ സർദാർ ഉദ്ധം സിംഗ്. അപ്പം ഉദ്ധം സിംഗ് ആരാണെന്നും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. 1919 ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല നടത്തിയവരെ 1940 കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് കൊല ചെയ്ത് കോടതിയിൽ തൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് പറഞ്ഞ ധീരദേശാഭിമാനി. സല്യൂട്ട്. റാം പലപ്പോഴായി പഞ്ചാബ് വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ റാമിനിത് പുതിയൊരു സ്ഥലമായിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതെൻ്റെ കന്നി വിസിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഗോൾഡൻ ടെമ്പിളും വാഗാ ബോർഡറും ഒക്കെ കാണാൻ. ജാലിയൻ വാലാ ബാഗ് ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തായിരുന്നു, ഞാൻ പോകില്ല, കാണില്ല എന്ന്. കാരണം എനിക്കത് കാണാനുള്ള ഒരു മനക്കട്ടിയോ തൊലിക്കട്ടിയോ ഒന്നുമില്ല. കാരണം എന്താ പറയുക, അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ പോയാൽ അവിടെ എനിക്ക് അവരുടെ ആ നിലവിളി കേൾക്കാൻ കഴിയും. അവരുടെ കരച്ചിൽ, അവരുടെ ആ നിസ്സഹായാവസ്ഥ, അവരുടെ ആ പിടച്ചിൽ. ഇന്നും അവിടുത്തെ മതിലുകളിൽ ചോരക്കുറയുണ്ടെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഗേറ്റിന് പുറത്തു നിന്നൊരു പ്രണാമം, അതിൽ കൂടുതൽ എനിക്ക് അങ്ങോട്ട് കയറാൻ ആ ഒരു മനസ്ഥിതി എനിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ജാലിയൻ വാലാ ബാഗ് വേണ്ട എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് വാഗാ ബോർഡറിൽ പോയി കാണണം. അതുപോലെ തന്നെ ഇന്നത്തെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബൈക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് സർവീസിന് കൊടുക്കുക എന്നുള്ളതും. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈക്ക് സർവീസ് ഞങ്ങൾ പൂനെയിൽ നിന്ന് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത്. എന്നാലും ട്രെയിനിൽ അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് കരുതിയിട്ട് പഞ്ചാബിലും ഒരു സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പൂനെയിൽ നിന്ന് റൈഡ് ചെയ്ത് അമൃത്സറിൽ പോവുകയാണെങ്കിൽ കൂടെ തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ വഴി പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ സർവീസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതിയത്. സോ എനിക്ക് ദസ്താർ, പട്ക, ചുന്നി, റുമാൽ ഇതിലേതെങ്കിലും ഒന്ന് തലയിൽ കെട്ടിയിട്ട് വേണം അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഇത് കെട്ടിക്കൊടുക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ബോളിവുഡിലെ പഞ്ചാബ് കാണിക്കുമ്പോഴുള്ള ഗലികൾ പോലെയായിരുന്നു അതിരാവിലെയുള്ള യാത്രയിൽ ഞാൻ കണ്ട പഞ്ചാബിലെ ഗലികൾ. എന്താ പറയുക, സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്ന സിഖുകാരും അല്ലെങ്കിൽ എന്താ പറയുക ഗലികളെല്ലാം ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികളും എല്ലാം കണ്ട എന്താ പറയുക നമ്മൾ കണ്ടുമറന്ന ഏതോ ഒരു ബോളിവുഡ് സിനിമയിലെ ഒരു സീൻ പോലെയായിരുന്നു എനിക്ക് രാവിലത്തെ ആ ദൃശ്യങ്ങൾ അനുഭവപ്പെട്ടത്. അപ്പോൾ ഇന്ന് എന്താ പറയുക ഗോൾഡൻ ടെമ്പിളിൽ പോയതിനു ശേഷം അടുത്തതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി. കാരണം ലങ്കർ എനിക്ക് ഏതെങ്കിലും ഒരു ഗുരുദ്വാരയിൽ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ലങ്കർ കഴിക്കണമെന്ന് വളരെ ഒരു ആഗ്രഹമായിരുന്നു. സോ അതും ഇന്ന് നടപ്പാക്കുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളിന് വിസിറ്റിന് ശേഷം ബൈക്ക് കളക്ട് ചെയ്യുക, വൈകുന്നേരം വാഗാ ബോർഡറിലേക്ക് പോവുകയാണ്. പിന്നെ കിട്ടുന്ന എല്ലാ ഫേമസ് ഫുഡ് പോയിന്റിൽ പോയിട്ട് പറ്റാവുന്നത്ര ഭക്ഷണം കഴിക്കുക. അതാണ് ഡേ 1 ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്നിടത്ത് ചെരുപ്പ് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. എത്രയോ നാൾ കാത്തിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഒരു വലിയൊരു പോസിറ്റീവ് വൈബ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹം സഫലമാക്കി. ബാക്കി വിശേഷം അടുത്ത പോസ്റ്റിൽ.